അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുർആനിലെ 99-ാമത്തെ അധ്യായമാകുന്ന സൂറത്തു സൽസല മദനിയായ 8 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തിൻ്റെ ലഘുവിവരണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. തുർമുദി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, ആരെങ്കിലും സൂറത്തു സൽസല ഓതിയാൽ അത് ഖുർആനിൻ്റെ പകുതിയോട് കിടപിടിക്കും എന്ന് പറഞ്ഞാൽ പകുതി ഓതുന്നതിനോട് തുല്യമാണ്. ആരെങ്കിലും സൂറത്തുൽ കാഫിറൂന ഓതിയാൽ അത് ഖുർആനിൻ്റെ 4/1 കിടപിടിക്കും. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അത് ഖുർആനിൻ്റെ 3/1 കിടപിടിക്കും. അപ്പോൾ സൂറത്തു സൽസല 3 വട്ടം പാരായണം ചെയ്താൽ അതിലൂടെ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തതിൻ്റെ കൂലി ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും സൂറത്തു സൽസലക്ക് തൊട്ട് മുമ്പുള്ള അധ്യായം നമുക്കറിയാം, സൂറത്തുൽ ബയ്യിന. അതിൽ സത്യവിശ്വാസവും സൽപ്രവർത്തനങ്ങളും ചെയ്തിരുന്നവർക്ക് പ്രതിഫലം ഉണ്ടാകും എന്നായിരുന്നല്ലോ നമ്മൾ പറഞ്ഞു വെച്ചത്. ക്ലാസ് നമ്മളുടെ ചാനലിലുണ്ട്. സ്വാഭാവികമായും സത്യവിശ്വാസികൾക്ക് ജിജ്ഞാസയുണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ, എപ്പോഴാണ് തങ്ങളുടെ പ്രതിഫലം ഉണ്ടാവുക, അതെപ്പോഴാണ് തങ്ങൾക്ക് ലഭിക്കുക, എപ്പോഴാണ് അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക, അനുഭവിക്കാൻ കഴിയുക. അതിൻ്റെ ഉത്തരമാണ് ഈ അധ്യായത്തിലുള്ളത്. അതാണ് കഴിഞ്ഞ അധ്യായവും ഈ അധ്യായവും തമ്മിലുള്ള ബന്ധമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. 8 ആയത്തുകളുള്ള ചെറിയ സൂറത്താണ്. ആദ്യ ആയത്ത് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിഭയങ്കരമായ ഒരു വിറപ്പിക്കപ്പെട്ടാൽ, ഭൂമി കിടുകിട വിറക്കുന്ന ഒരു അവസ്ഥ. ഖിയാമത്ത് നാളിലെ സംഭവങ്ങൾ വിവരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറന്ന കാഹളത്തിലൂടെ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം ഒന്നാമത്തെ ഊത്ത് നടന്ന ഉടനെ ഉണ്ടാകുന്ന സംഭവമാണ് ഇവിടെ പറയുന്നത്. ഭൂമി അതിഭയങ്കരമായി വിറപ്പിക്കപ്പെടും ആ സമയം. അങ്ങനെ ഈ ലോകത്തുള്ള സർവ്വതിൻ്റെയും നാശം സംഭവിക്കും. അതിനാണ് ഭൂമി അള്ളാഹു വിറപ്പിക്കുന്നത്. അങ്ങനെ ഭൂമി വിറപ്പിച്ചാൽ എന്താ സംഭവിക്കുക? രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെയെല്ലാം പുറന്തള്ളുകയും ചെയ്യും. അതായത് ഭൂമിയുടെ അകത്തും പുറത്തുമുള്ള സർവ്വഭാരങ്ങളെയും ഭൂമി പുറന്തള്ളും. ഭൂമിയുടെ അകത്ത് മറമാടപ്പെട്ട മനുഷ്യരുൾപ്പെടെയുള്ള ഭൂമിയിലെ അകത്തുള്ള സർവ്വനിധികളും മറ്റും അള്ളാഹു പുറത്തു കൊണ്ടുവരും. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? സൂറെന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്ത് കഴിഞ്ഞാലാണ് ഇത് സംഭവിക്കുക. അതായത് മനുഷ്യൻ്റെ പുനർജന്മത്തെക്കുറിച്ചാണ് ഈ ആയത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ആ സമയത്ത് മനുഷ്യൻ എന്താണ് ചെയ്യുക? മൂന്നാമത്തെ ആയത്തിൽ കാണാം, വഖാലൽ ഇൻസാനു മാ ലഹാ, ഭൂമിക്ക് എന്താണ് പറ്റിയതെന്ന് മനുഷ്യന്മാർ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പറയുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് എന്തു പറ്റി? ഇത്രയും കാലം ഒരു കുഴപ്പമില്ലാതെ കൃത്യമായിട്ട് അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്നും സഞ്ചരിച്ചിരുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരു ഗ്രഹമാകുന്ന ഭൂമിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനുഷ്യൻ അത്ഭുതത്തോടുകൂടെ ചോദിക്കും. അപ്പോഴാണ് ആ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈ ഒരു ഭൂമിയുടെ തുറന്നു പറച്ചിൽ നടക്കുന്നത്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുമത്രേ, സംസാരിക്കും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ഹദീസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കും. എന്താണ് ഭൂമിയുടെ വർത്തമാനങ്ങൾ? ഭൂമിക്ക് എന്താണ് അള്ളാഹുവിനോടും നമ്മോടും പറയാനുള്ളത്? ഭൂമി എന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മനുഷ്യൻ ഞെട്ടിത്തെരിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിന് വിശദീകരിക്കുന്നുണ്ട്. അതായത് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അന്ന് ഭൂമി സ്വന്തം വർത്തമാനങ്ങൾ വിളിച്ചു പറയും. എന്താണ് ഭൂമിയുടെ വർത്തമാനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ വർത്തമാനങ്ങൾ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഭൂമിയിൽ ജീവിച്ചു പോയിരുന്ന എല്ലാ ആൺ പെൺ ജന്മങ്ങളും അതിൻ്റെ മുകളിൽ വെച്ച് പ്രവർത്തിച്ചതിനെപ്പറ്റി, അതായത് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ സ്ഥലത്തു നിന്നും ഓരോ ഭാഗത്തു നിന്നും ചെയ്ത കാര്യങ്ങൾ ഭൂമി സാക്ഷി പറയും എന്നതാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായിട്ട് അഹ്മദ് ഇമാം, തുർമുദി ഇമാം, നസായി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭൂമി എങ്ങനെയാണ് സംസാരിക്കുക എന്നതിൽ നമുക്ക് ആർക്കും സംശയമുണ്ടാവേണ്ട ആവശ്യമില്ല. അത്തരം ആശങ്കകൾക്കൊന്നും അർത്ഥമില്ല. കാരണം അള്ളാഹു അതിന് കഴിവ് കൊടുത്താൽ പിന്നെ ഭൂമി അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇത് ഖുർആനിലും അള്ളാഹു പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭൂമിയുടെ മുകളിൽ നന്മ ചെയ്ത ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും തിന്മ ചെയ്തവരെക്കുറിച്ച് ഭൂമി വേവലാതിയും പരാതിയും അള്ളാഹുവിൻ്റെ ദർബാറിൽ പറയുന്ന സമയം. അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം,
പൊതുമുതൽ ശേഖരിക്കുന്ന ഖലീഫയുടെ ഉത്തരവാദിത്തം നിർവഹിച്ചാൽ പൊതുമുതൽ അത് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് അവിടുന്ന് പറയാറുണ്ടത്രേ, ഭൂമി സത്യസമേതം നിന്നെ ഞാൻ നിറച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ സത്യസമേതം തന്നെ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് സത്യസന്ധമായിട്ട് നീ സാക്ഷി നിൽക്കണം എന്ന് അലി റളിയല്ലാഹു അൻഹു ഭൂമിയോട് പറയാറുണ്ടായിരുന്നത്രേ. നിങ്ങളൊന്ന് നോക്ക്, ഖലീഫമാരിൽപ്പെട്ട 4-മനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ച അവിടുത്തെ മകളുടെ ഭർത്താവാകുന്ന അലി റളിയല്ലാഹു അൻഹു പോലും ഭൂമിയുടെ സംസാരത്തിന് തൊട്ട് കാവൽ തേടിയിട്ടുണ്ടെങ്കിൽ നമ്മളും അതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. യാതൊരു ബോധവുമില്ലാതെ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് സ്വകാര്യമായി രഹസ്യമായി ഇരുട്ടിൻ്റെ മറവിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഭൂമിയെല്ലാം പുറത്തു പറഞ്ഞ് നമ്മെ വഷളാക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്നും അന്ന് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഓരോന്നും കൃത്യമായി ഭൂമി വിളിച്ചു പറയുമെന്നുമെന്ന സത്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അള്ളാഹു നമ്മുടെയൊക്കെ രഹസ്യ പരസ്യ ജീവിതങ്ങളൊക്കെ നന്നാക്കി നൽകുമാറാവട്ടെ. ബിഅന്ന റബ്ബക ഔഹാ ലഹാ. എന്തുകൊണ്ടാണ് ഭൂമി ഇങ്ങനെ സംസാരിക്കുന്നത്? ഭൂമിയുടെ കഴിവാണോ? അത്തരത്തിലൊരു കഴിവ് ഭൂമിക്കുണ്ടെന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് അള്ളാഹു അതിന് വസ്തുനിഷ്ഠമായ രൂപത്തിൽ ഭൂമി സംസാരിക്കും. കാരണം ഭൂമിക്ക് അള്ളാഹു സംസാരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൗമഇദി യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും. ഇതെല്ലാം നടക്കുന്ന ദിവസത്തിൽ ജനങ്ങൾ വിഭാഗങ്ങളായിട്ട് പല പല വിഭാഗങ്ങളാകും. അങ്ങനെ വിഭിന്നമായിട്ടുള്ള സംഘങ്ങളായിട്ട് രംഗത്ത് വരും. അങ്ങനെ അവരുടെ പ്രവർത്തന ഫലങ്ങൾ അള്ളാഹു അവർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്യും. റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ചില ആളുകൾ ഭംഗിയുള്ള നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ഉയർത്തെഴുന്നേൽപ്പ് കാലത്ത് പ്രസന്ന മുഖത്തോടുകൂടെ നല്ല വാഹനപ്പുറത്ത് മഹ്ശറയിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നും ഒരാൾ ഇത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാണ് കേട്ടോ എന്ന് വിളിച്ചു പറയും. എന്നാൽ മറ്റ് ചില ആളുകൾ കറുകറുത്ത ഇരുണ്ട മുഖവുമായി ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായ നിലയിൽ മഹ്ശറയിലേക്ക് വേച്ചു വരുമ്പോൾ മുന്നിൽ നിന്നും ഒരാൾ ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ശത്രുവാണെന്നും വിളിച്ചു പറയും. ഇങ്ങനെ 2 സംഘങ്ങളുണ്ടാകും, വിജയികളും പരാജിതരും. അവിടെ ഒരാൾക്കും രക്ഷപ്പെടാനോ മാറി നിൽക്കാനോ ഒഴിഞ്ഞു മാറാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് പറയാണ്, ഫമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ഒരു അണുത്തൂക്കം നന്മ പ്രവർത്തിച്ചവർ. ദർറൻ യറ, അണുമണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വളരെ കാണാത്ത സൂക്ഷ്മമായിട്ടുള്ള ഒരു തൂക്കമാണത്. അപ്പം ആ രൂപത്തിലുള്ള ഒരു നന്മ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് കാണാൻ കഴിയും. വമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഖുർആൻ പ്രയോഗിച്ചത് നമ്മൾ നോക്കണം. ഒരു ദർറത്ത്, അണുത്തൂക്കം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തിന്മയാണ് ഒരുത്തൻ പ്രവർത്തിച്ചതെങ്കിലും എല്ലാം ഹിസാബ് എടുക്കപ്പെടുന്ന ഒരു ദിവസമാണെന്ന് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞു, പ്രസന്നമായ മുഖത്തോടെയും കറുകറുത്ത മുഖത്തോടെയും വാഹനപ്പുറത്തും മുഖം കുത്തിയും നടന്നും ഓടിയും വേച്ചു നടന്നും ഇങ്ങനെ പലതരത്തിൽ ജനങ്ങൾ മഹ്ശറയിലേക്ക് വിചാരണക്കായി ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ആ യാത്രയിൽ അവിടെ നടക്കുന്ന സംഭവമാണ് ഇവിടെ പറയുന്നത്. അതായത് ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. എത്ര ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അണുവോളം എന്ന് പറയുന്നത്. നന്മ ചെയ്തവനെ എന്തുകൊണ്ട് താൻ നന്മ വർദ്ധിപ്പിച്ചില്ലെന്നും തിന്മ ചെയ്തവർക്ക് എനിക്ക് അല്പം നന്മ ചെയ്ത് മരിക്കാമായിരുന്നു എന്നും ദുഃഖിക്കും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നന്മ ചെയ്ത ആളുകൾ അവർ പോലും എനിക്ക് അല്പം കൂടി നന്മ ചെയ്യാമായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു സന്ദർഭം അള്ളാഹു നമുക്കെല്ലാം എളുപ്പം ചെയ്തു തരുമാറാവട്ടെ. നന്മയുടെ പ്രതിഫലവും തിന്മയുടെ ശിക്ഷയും കാണുമ്പോഴാണ് ഇത് സംഭവിക്കുക. ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട്. റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഈ ആയത്ത് 2 ആളുകളിലാണ് അവതരിക്കുന്നത്. അവതരണ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, ഒരാൾ ആരെങ്കിലും വല്ലതും വന്ന് സഹായം ചോദിച്ചാൽ ആ മനുഷ്യൻ സഹായം ചോദിച്ച ആളോട് സഹായം നൽകുന്നതിന് പകരം അദ്ദേഹം ഒരു കാരക്കയോ മറ്റോ കൊടുക്കുന്നത് അയാൾ ഇത് വളരെ നിസ്സാരമായ കാര്യമല്ലേ, ഇത് കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ് എന്ന് അദ്ദേഹം സംസാരിച്ചു. അതേ സ്ഥാനത്ത് മറ്റൊരു മനുഷ്യൻ അയാൾ ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് ജീവിതത്തിൽ നിത്യമായി അയാൾ വിചാരിച്ചു ചെറിയ തെറ്റല്ലേ, അതിനൊന്നും അള്ളാഹു എന്നെ ശിക്ഷിക്കുകയില്ല. ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത തിന്മകൾ ചെയ്ത ആളുകൾ, അതേപോലെ ചെറിയ നന്മകളെ നിസ്സാരമായി കണ്ട ഒരു 2 മനുഷ്യൻ, ഇങ്ങനെയുള്ള 2 ആളുകളുടെ വിഷയത്തിലാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത്. കാരണം തിന്മ എത്ര ചെറുതാണെങ്കിലും ഒരുപാട് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ അത് മാക്സിമം നമ്മൾ ഒഴിവാക്കണമെന്ന് അള്ളാഹു ഉണർത്തുന്നുണ്ട്. നന്മ എത്ര ചെറുതാണെങ്കിലും നമ്മളത് പരിഗണിക്കണം. കാരണം പലതുള്ളി പെരുവെള്ളം എന്ന പോലെ ആവർത്തിക്കുന്ന നന്മകൾ കുന്നുകൂടി അത് വലിയൊരു കുന്നായി മാറും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വിചാരണ ചെയ്യപ്പെടുന്ന നന്മകളുടെ പ്രതിഫലവും വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് ശിക്ഷകളും ഉണ്ടാകും, തിന്മകൾക്ക് ശിക്ഷയും നൽകപ്പെടും എന്നാണ് അള്ളാഹു ഇവിടെ ഉണർത്തുന്നത്. ഈ സൂറത്ത് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ.
നന്മയെ ഒന്നിനെയും നമ്മൾ നിസാരമായി കാണരുത്. അത് ചെറിയ സുന്നത്താണെങ്കിലും അത് നിസാരമായ കാര്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാകുന്ന ഈ വചനത്തെ നമ്മൾ ഓർക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾക്കൊന്നും പ്രതിഫലം ലഭിക്കില്ലെന്നും സത്യവിശ്വാസികളുടെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആര് എന്ത് ചെയ്താലും അതെല്ലാം കാണിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതിന് പല വ്യാഖ്യാനങ്ങൾ ഇമാമുമാർ പറയുന്നുണ്ട്. ആ വിശ്വാസി അദ്ദേഹം വിശ്വാസി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നന്മകൾക്കുള്ള പ്രതിഫലം അവന് അള്ളാഹു നൽകും. അത് പരലോകത്ത് തന്നെ കൊടുക്കണമെന്നില്ല, ചിലപ്പോൾ ഭൂമിയിൽ വെച്ചിട്ടായിരിക്കും അള്ളാഹു നൽകുക. പരലോകത്ത് അവൻ ഒരു നന്മയും അനുഭവിക്കില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ വിശ്വാസി ചെയ്ത തിന്മയുടെ ശിക്ഷ ചിലപ്പോൾ ദുന്യാവിൽ വെച്ച് തന്നെ വിശ്വാസിക്ക് ലഭിക്കും. ആഖിറത്തിൽ വിശ്വാസിക്ക് ഒരു പക്ഷേ അള്ളാഹു വിരുദ്ധപ്പെട്ട് കൊടുത്തേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, സിദ്ദീഖ് തങ്ങളെ, ഭൂമിയിൽ നിങ്ങളൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ കാരണമായിട്ടായേക്കാം. എന്നാൽ നന്മകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സൂക്ഷിച്ചു വെക്കുകയും അന്ത്യനാളിൽ അതിൻ്റെ പ്രതിഫലം മനുഷ്യർക്ക് നൽകുകയും ചെയ്യുമെന്നാണ് സിദ്ദീഖ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്മ ചെയ്താൽ അത് കാണും എന്നത് വിശ്വാസികൾക്ക് പ്രതിഫലം ലഭിക്കും എന്നത് ഖുർആനിൻ്റെ പ്രസ്താവനയാണ്, പ്രഖ്യാപനമാണ്. തിന്മ ചെയ്താൽ അത് അവിശ്വാസികൾക്ക് വലിയ ശിക്ഷയായിട്ട് വന്നു ഭവിക്കും എന്നുള്ളതും ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൈകടിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മളുടെ ഈ ഭൗതിക ജീവിതം നമ്മൾ അതിനനുസരിച്ച് കൊണ്ട് ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ്